സുരേഷ് ഗോപിയൊക്കെ മോഹൻലാലിനെ കണ്ടുപിടിക്കണം. ചില രാഷ്ട്രീയ നേതാക്കളും കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. ഞാനീ പറയുന്നത്, കഴിഞ്ഞ ദിവസം GST വകുപ്പ് സംഘടിപ്പിച്ച ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്ത് മോഹൻലാൽ എത്തിയിരുന്നു, ടാഗോർ തിയേറ്ററിൽ. ആ പരിപാടി നടക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയ തുടക്കം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം വലിയ ചർച്ചയായി. മോഹൻലാൽ ടാഗോർ തിയേറ്ററിലുണ്ടെന്നറിഞ്ഞ മാധ്യമപ്പട അങ്ങോട്ടേക്ക് പാഞ്ഞ് എത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയുക എന്നതായിരുന്നു മാധ്യമങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ രാഷ്ട്രീയം ചോദിക്കാനോ അദ്ദേഹത്തെ കിളിപ്പെടുത്താനോ ഒന്നുമല്ല മാധ്യമപ്രവർത്തകർ അവിടെ പോയത്. അദ്ദേഹം തിരികെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് മൈക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നീട്ടുന്നതും സ്വാഭാവികം. അദ്ദേഹം പ്രതികരിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടയിൽ കാറിൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മൈക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തട്ടി. മൈക്കിൽ സ്പോഞ്ചൊക്കെ വച്ചിട്ടുണ്ടെങ്കിലും കണ്ണിൽ തട്ടുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് വേദനയെടുത്തു. അദ്ദേഹം എന്താ മോനെ കണ്ണല്ലേ എന്ന് സ്വതസിദ്ധമായ രീതിയിൽ ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം കണ്ണ് തിരുമുന്നുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോയിൽ കണ്ടു കാണുമല്ല ആളുകൾ. അതിനുശേഷം കാറിനുള്ളിൽ കയറിയ ശേഷം പറഞ്ഞു, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് സിനിമ സ്റ്റൈലിൽ ഒരു ഡയലോഗ് അടിച്ചിട്ട് മോഹൻലാൽ പോവുകയും ചെയ്തു. ഈ വീഡിയോ കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ഫാൻസും കാളികൂളി ഏർപ്പാടുകളെല്ലാം കൂടി ചേർന്ന് മാധ്യമപ്രവർത്തകരെ അടപടലം അങ്ങോട്ട് വിമർശിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ. മാധ്യമപ്രവർത്തകർക്ക് എന്താണ് കണ്ണില്ലേ കാലില്ലേ, എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്, മാപ്രകൾക്ക് ബോധമില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ ഈ മാധ്യമപ്രവർത്തകനെയും വ്യക്തി അധിക്ഷേപം ചെയ്തു. ഈ അവസരത്തിൽ ഇങ്ങനെ മാധ്യമപ്രവർത്തകനെ ആളുകൾ ഏറിൽ കയറ്റി നിർത്തുകയാണ്. മാധ്യമപ്രവർത്തകനെ മാത്രമല്ല, ആ ഭാഗത്ത് പോയ എല്ലാ മാധ്യമപ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആളുകൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതെങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അവസരത്തിൽ മോഹൻലാൽ എന്താണ് ചെയ്തത്? മോഹൻലാലിന് അന്നേ ദിവസം തന്നെ, അതായത് കഴിഞ്ഞ ദിവസം തന്നെ പാപ്പനംകോട് ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട്, അതായത് മെറിലാൻഡ് ആയിരിക്കണം, അവിടെ വെച്ചിട്ട് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാറിനകത്തിരിക്കുമ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു, കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഷൂട്ടിന് കയറുമ്പോഴും ലൊക്കേഷനിലും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. കണ്ണായതുകൊണ്ട് സ്വാഭാവികമായും വേദന ഉണ്ടാകും. ഇതൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സനൽകുമാർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ മോഹൻലാൽ കണ്ണിന് വേദനയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു, അദ്ദേഹം ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ ആയപ്പോൾ അദ്ദേഹം ഈ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകനെ അടച്ച് ആക്ഷേപിക്കുന്നതും മാധ്യമപ്രവർത്തകരുടെ കുലം മുടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ശാപവാക്കുകളും സോഷ്യൽ മീഡിയയിൽ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്ന കാര്യം സാക്ഷാൽ മോഹൻലാൽ അറിയുന്നത് ഇന്ന് രാവിലെയാണ്. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വിളിച്ചു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് സുഹൃത്ത് മുഖാന്തരം ഈ മാധ്യമപ്രവർത്തകൻ്റെ ഫോൺ നമ്പർ കരസ്ഥമാക്കി. അതിനുശേഷം സുഹൃത്തിൻ്റെ മൊബൈലിൽ നിന്ന് മോഹൻലാൽ നേരിട്ട് ആ മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് യാതൊരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് മോഹൻലാൽ മാധ്യമപ്രവർത്തകനോട് പറഞ്ഞു. ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാറേ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല, കഴിഞ്ഞ കാര്യമല്ലേ. അതെ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ. എനിക്ക് ഇത് എന്തറിയോ, നമ്മളെ ഒരു 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന്റെ ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല. അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ, എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ. അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ എന്ത് ചെയ്യാൻ? ഓക്കെ, താങ്ക് യു. ഞാൻ പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഫോൺ കോൾ വന്നപ്പോഴാണ് ശരിക്കും ആ മാധ്യമപ്രവർത്തകന് ഒട്ട് ആശ്വാസമായത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഏറിൽ കയറ്റി നിർത്തുകയാണ് ആളുകൾ, പൊരിച്ചെടുക്കുകയാണ്. മോഹൻലാലിൻ്റെ കണ്ണിന് കുത്തി, കൂമ്പിന് കുത്തി എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ. ഒരാൾ ഒന്ന് പറയും, മറ്റൊരാളത് കേട്ട് പറയും, പിന്നെ കേൾക്കുന്നവരും കേൾക്കാത്തവരും തോന്നിയതൊക്കെ പറയുന്ന കാലം അങ്ങനെയാണ്. സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടാണല്ലോ. അങ്ങനെ മാധ്യമപ്രവർത്തകന് അത് വളരെ വളരെ ഹൃദ്യമായ അനുഭവമായി. മോഹൻലാലും അതുപോലെ തന്നെയാണ് പെരുമാറിയത്. എനിക്ക് യാതൊരു പ്രശ്നമോ പ്രയാസമോ ഇല്ല, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സന്തോഷത്തോടെ ഇരിക്കൂ എന്ന് മോഹൻലാൽ അയാളെ വിളിച്ച് പറഞ്ഞു. അത് വലിയ നല്ല കാര്യമാണ്, നല്ലൊരു സിംപ്റ്റമാണ്. സമൂഹത്തിന് അദ്ദേഹം കൊടുക്കുന്ന നല്ല മാതൃകയാണ്, നല്ല പാഠമാണ്.
ഇത് സനൽകുമാർ എഴുതുന്നത് ഇങ്ങനെയാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മോഹൻലാൽ കൃത്യമായും വേദന അനുഭവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം അനുഭവിച്ച വേദനയേക്കാൾ വേദന തോന്നിയത് ഈ പ്രവർത്തകനെയും മാധ്യമപ്രവർത്തകരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഏറിൽ കയറ്റി പൊരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഈ വല്ലാത്ത ഇടപെടലുണ്ടല്ലോ, അത് അദ്ദേഹത്തെ അതിനേക്കാൾ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ഫോണിൽ നിന്ന് മാധ്യമപ്രവർത്തകനെ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്നിട്ട് ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞ ശേഷവും മോഹൻലാൽ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാനും മറന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 10 പേരെ, അതും സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട്, 10 പേരെ എടുക്കുക, ക്ഷമാശീലം, നല്ല പെരുമാറ്റം, സമൂഹത്തോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകൾ, അങ്ങനെയൊക്കെ 10 പേരെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യ പേരുകാരിൽ ഒരാളായി തീർച്ചയായും നടൻ മോഹൻലാൽ ഉണ്ടാകും. മമ്മൂട്ടിയും അതുപോലെ തന്നെ ഉണ്ടാകും. അവരെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. പുതിയ ആളുകളൊക്കെ ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഏത് മേഖലയിൽ നിൽക്കുന്നവരാണ്, ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, ചിലപ്പോൾ രാഷ്ട്രീയ തലത്തിൽ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മേഖലയിൽ പോയി പ്രശസ്തിയും പ്രതാപവും ഒക്കെ വന്നു കഴിയുമ്പോൾ ചുറ്റുമുള്ള ആളുകളെ കണ്ണിൽ കാണാതെ വരുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഐക്കൺ, നമ്മുടെ അഭിമാന സ്തംഭങ്ങളെയും സ്തൂപങ്ങളെയും നോക്കി കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഉന്തും തള്ളും, അതിനിടയിൽ മോഹൻലാലിൻ്റെ കണ്ണിൽ മയക്ക് കൊള്ളുന്നതും അതിനുശേഷം നടന്ന സംഭവങ്ങളും.